ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഒരു 2 ദിവസമായി ഞങ്ങളുടെ വീട്ടിലൊരു തവള കയറിക്കൂടിയിട്ട്, അതായത് ഈ വിളക്ക് എത്തിക്കുന്ന ഭാഗത്ത് വന്നിരിക്കും. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതിനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരു ബക്കറ്റൊക്കെ കമത്തി എടുത്ത് കളഞ്ഞതാണ്. പിന്നെ വീണ്ടും ഇതാ വിളക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ വീണ്ടും ആ സമയത്ത് അവിടെ കയറിയിരിക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അന്ന് കളഞ്ഞത്. ഇപ്പോൾ അതാ വീണ്ടും കയറി അതേ സ്ഥാനത്തിരിക്കുന്നു. അപ്പം കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട് കൃഷ്ണൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പേടിയാണ്. ഞങ്ങളങ്ങനെ ഒരുപാട് പണിപ്പെട്ട് തവളയെ ഒന്ന് ചാടിക്കുന്നുണ്ട്. സച്ചുകുട്ടനാണെങ്കിൽ ബക്കറ്റൊക്കെ കമത്തി പിന്നെ അതിന് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് അവനൊരു വട്ടം എടുത്ത് കളഞ്ഞത്. എനിക്കാണെങ്കിൽ പേടിയത് ദേഹത്തോട്ടിട്ട് ചാടിയാലോന്ന്. എത്ര ഓടിച്ചു വിട്ടാലും അതാ കൃഷ്ണൻ്റെ ഫോട്ടോയുടെ അവിടെ വന്നിരിക്കുക. ഇത് എന്ത് തവളയാണെന്ന് അറിയില്ല. പിള്ളേർ പറയുന്നത് സ്പൈഡർമാൻ എന്നൊക്കെ. കുറേ അതിൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ അടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ദേഹത്തല്ല, ഇപ്പുറത്തെ. അല്ലെങ്കിൽ അത് ചാടി. എനിക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വിധം അതിനെ എന്തോരം ബുദ്ധിമുട്ടിയത്. ഞങ്ങളെ ആ വീട് മൊത്തം ഇട്ട് ഓടിച്ച് അവസാനം അത് ബാത്റൂമിൻ്റെ അവിടേക്ക് പോകാൻ തുടങ്ങി. ബാത്റൂമിൻ്റെ കണ്ണാടിയിൽ കയറിയിരുന്ന് അങ്ങനെ അത് ഞങ്ങൾ ആ വീട് മൊത്തം ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സച്ചിക്കുട്ടനാണ് ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നത്. അവൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതാണ് ക്യാമറയിൽ ഇങ്ങനെ. അവളങ്ങനെ ഞങ്ങൾക്ക് പണി തന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ വീടിന് ചുറ്റും വട്ടം കറക്കിക്കൊണ്ടിരിക്കുക. അവസാനം എൻ്റെ മേലിൽ ബൾബിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു. ഒരു രക്ഷയില്ല. പിച്ചുക്കുട്ടനാണെങ്കിൽ പേടിച്ച് ചാടി ഇറങ്ങി ഓടിപ്പോയി. എത്ര ഓടിച്ചു വിട്ടാലും പിന്നെ അവസാനം ചുറ്റിക്കറങ്ങി അത് ഇവിടെ തന്നെ വരും. ഒരു ദിവസം ഞങ്ങൾ കുറച്ച് ദൂരെ കൊണ്ട് കളഞ്ഞതാണ്. എന്നിട്ടും അതെങ്ങനെ ചാടി ഇവിടെ വീണ്ടും തിരിച്ചു വന്നോന്നറിയില്ല. അവസാനം ഒരു കണക്കിന് ഞങ്ങൾ അതിനെ ചാടിച്ച് സച്ചിക്കുട്ടൻ ഏറ്റെടുത്ത ദൗത്യം. സച്ചിക്കുട്ടനാണ് ഇതിൻ്റെ മുന്നേയും എടുത്ത് കളഞ്ഞത്. അവൻ തോണ്ടി അങ്ങോട്ട് ദേഹത്തോട്ടിടാൻ നോക്കുന്നുണ്ട്. അവസാനം അവനും പേടിച്ച് ഓടുന്നുണ്ട്. അവസാനം നമ്മുടെ സച്ചിക്കുട്ടൻ തന്നെ ഈ ദൗത്യം ഏറ്റെടുത്ത് അവനത് ആ ചൂലിൽ അതിനെ കിട്ടിയത് തന്നെ. അപ്പോഴേക്കും അത് വീണ്ടും ചാടി. പിന്നെ അവനൊരു കണക്കിന് അതിനെ വെളിയിലാക്കി ഞങ്ങൾ ദൂരോട്ട് കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ചെറിയ വീഡിയോ ഇട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സച്ചിക്കുട്ടനെ എല്ലാം വെളിയിലാക്കി നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണേ.